നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 5-ാം തീയതിയാണ്, വെള്ളിയാഴ്ച, വൃശ്ചികം 19. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് വരാം. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24-ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് മുഹമ്മദ്, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, കോഴിക്കോട്ട് നമൽ സുരേന്ദ്രൻ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, അതുപോലെ ശബരിമല സന്നിധാനത്ത് നിന്ന് പുതിയ വിവരങ്ങളുമായി MG പ്രതീഷ് എന്നിവർ നമുക്കൊപ്പം ചേരും. ആദ്യം അലക്സ് മുഹമ്മദിലേക്കാണ്. അലക്സ്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും ആ വിവാദം കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, രണ്ടാമത്തെ കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള SIT നീക്കം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ തലസ്ഥാനം കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് തെക്കൻ കേരളം കേന്ദ്രീകരിച്ചൊക്കെ ഇന്ന് വരാനിരിക്കുന്നു. വിവരങ്ങൾ എന്താണ് അലക്സ് മുഹമ്മദ്? റിജിത്ത്, ഗുഡ് മോർണിംഗ്. റിജിത്ത്, ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം ഈ പ്രത്യേക അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. 9-ാം ദിവസമാണ് MLA ഒളിവിൽ കഴിയുന്നത്. ഇന്നലെ കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഹോസ്ദുർഗ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹാജരാക്കും എന്നൊരു കിംവദന്തി ഇന്നലെ വൈകുന്നേരം പരന്നിരുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാസർഗോഡ്, വയനാട് മേഖലകളിലേക്കും കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന് പുറത്തേക്കും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രാഹുലിൻ്റെ സഹായികൾ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നും രാഹുലിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അതേസമയം ഹൈക്കോടതി കൂടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനാണ് സാധ്യത. എന്നാൽ അതിനു മുമ്പേ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതുൾപ്പെടെ രാഹുലിനെതിരായ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത് പീഡന പരാതിയാണ്. രണ്ടാമത് പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകാം എന്ന അതിജീവിത പരാതിക്കാരി പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അതായത് ഈ മൊഴി, രണ്ടാമത് പരാതിയിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മൊഴിയെടുക്കാനുള്ള താല്പര്യം അറിയിച്ചായിരുന്നു പെൺകുട്ടി മറുപടി സന്ദേശം SITക്ക് നൽകിയത്. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കും മുറുകും. ബംഗളൂരിൽ പഠിക്കുകയായിരുന്ന പെൺകുട്ടി അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. രാഹുലിനെ പ്രതി ചേർത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ N വാസുവിൻ്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. റിമാൻഡ് നീട്ടുന്നതിനായി പ്രതിയെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. നേരത്തെ ഒരു തവണ റിമാൻഡ് നീട്ടിയിരുന്നു. കട്ടിളപ്പാളി കേസിൽ 3-ാം പ്രതിയായ വാസു സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഡിസംബർ 3-ന് തള്ളുകയും ചെയ്തിരുന്നു. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിൻ്റെ ശുപാർശയിലാണ് കട്ടിളപ്പാളിയിലെ സ്വർണ്ണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയതെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതുമാത്രമല്ല, ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. വെള്ളിയാഴ്ചകളിൽ ചേരുന്ന സാധാരണ യോഗമാണ് ചേരുന്നത്. അതിൽ നേരത്തെ ഈ കേരളീയ സദ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ തീരുമാനം ഉണ്ടായേക്കും. ശരി, അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, മധ്യകേരളം കേന്ദ്രീകരിച്ചും ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണ്. മുഖ്യമന്ത്രി കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിലേക്ക് സജീവമായി ഇറങ്ങുന്നു. അതോടുകൂടി പോരാട്ടത്തിന് വാശി ഏറുകയാണ്. ഇനി 4 നാൾ മാത്രമാണ് പരസ്യപ്രചാരണം അവസാനിക്കാനുള്ളത്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മീറ്റ് ദ പ്രസ്സിലാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള ഏറ്റവും ഒടുവിലായുണ്ടായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കാൻ പോകുന്നു. നിതിൻ അംബുജൻ. ഗുഡ് മോർണിംഗ്. റീജി സൂചിപ്പിച്ച പോലെ തന്നെ, കാരണം മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സംസ്ഥാനത്ത് നടക്കുകയാണ്. ഇന്നിപ്പോൾ എറണാകുളത്താണ് പരിപാടി. വൈകിട്ട് 5 മണിക്ക് എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഇപ്പോൾ നടക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ടാണ് എറണാകുളത്തുള്ള മുഖ്യമന്ത്രി ഇന്നിപ്പോൾ മീറ്റ് ദ പ്രസ് സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മന്ത്രിസഭാ യോഗത്തിലൊക്കെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട്. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാറ്. പക്ഷേ ഇന്നിപ്പോൾ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ മീറ്റ് ദ പ്രസ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. എറണാകുളം പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമപ്രവർത്തകരുമായി സംവാദത്തിന് ഒരുങ്ങുന്നത്. വിവാദമായ നിരവധി വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള, മാത്രമല്ല കിഫ്ബി മസാല ബോണ്ട് ഇടപാടിലെ EDയുടെ കാരണം കാണിക്കൽ നോട്ടീസ്, കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയം. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം നമ്മളെന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരണം നടത്തിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകാൻ പോകുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. പതിവില്ലാത്ത ഒരു രീതിയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുന്നത്
സംസാരിക്കാൻ ഒരുങ്ങുന്നത്. ഇത് എറണാകുളത്ത് മാത്രമല്ല, കോഴിക്കോട്, തൃശ്ശൂർ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടെ ഇത്തരമൊരു മീറ്റ് ദ പ്രസ് സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ പരിപാടി ഇപ്പോൾ എറണാകുളത്ത് 11 മണിക്ക് നടക്കുകയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറയാൻ പോകുന്നു. അതിൽ പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങൾ ഉയരും. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള, അതിൽ പത്മകുമാറിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, കൂടാതെ ED-യുടെ നോട്ടീസ് അടക്കമുള്ള വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടിയാണ് എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖ്യമന്ത്രിയുടെ മീറ്റ് ദ പ്രസ് പരിപാടി നടക്കാൻ പോകുന്നത്. റീജിത്ത്. ശരി, നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കോഴിക്കോട്ടേക്ക് പോയാൽ അമൽ സുരേന്ദ്രൻ തയ്യാറാണ്. അമൽ, എന്തൊക്കെയാണ് ഇന്ന് മലബാർ മേഖല കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ? അമൽ സുരേന്ദ്രൻ. TK, ഏതായാലും മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് മാങ്കൂട്ടം തന്നെയാണ്. അത് മലബാറിനെ സംബന്ധിച്ച് മാത്രമല്ല, കേരള സംസ്ഥാനത്തെ ഒന്നാകെ സംബന്ധിച്ച് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് മാങ്കൂട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാരശ്ശേരി സഹകരണ ബാങ്കുമായി സംബന്ധിച്ചുള്ള ക്രമക്കേടും അതിനെ ചൊല്ലിയുള്ള പല അധികാര തർക്കങ്ങളും, അതിനെ തുടർന്ന് ബാങ്കിന്റെ ചെയർമാനായിരുന്ന AK അബ്ദുറഹ്മാനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഏതായാലും ആ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. രാഖി രാമാനം 800-ലധികം ആളുകളെ, A ക്ലാസ് മെമ്പർമാരെ, പാർട്ടിയുടെ A ക്ലാസ് മെമ്പർമാരെ ഈ ബാങ്കിന്റെ ഭാഗമായിട്ട് ചേർക്കുകയും അതിനെ തുടർന്ന് ബാങ്ക് പിടിച്ചെടുക്കുവാനുള്ള CPM-ന്റെ ശ്രമമാണ് ജില്ലയിൽ നടക്കുന്നതെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ ഈ ഒരു നടപടികൾക്കെല്ലാം ഒരു നേതൃത്വം കൊടുത്തത് KPCC-യുടെ തന്നെ അംഗമായിട്ടുള്ള AK അബ്ദുറഹ്മാനാണ് എന്നൊരു ആരോപണവും കോൺഗ്രസിന്റെ ജില്ലാ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു പാർട്ടിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും AK അബ്ദുറഹ്മാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളെല്ലാം ഹൈക്കോടതിയുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടി കൂടുതൽ വ്യക്തത വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ നടപടികളിലേക്ക്, അതായത് അബ്ദുറഹ്മാൻ കൂടാതെ മറ്റാരെങ്കിലും ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടോ, പ്രത്യേകിച്ചും സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അധികാര വടംവലി നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ചും CPM ആയിട്ടും മറ്റ് രാഷ്ട്രീയ കക്ഷികളായിട്ടെല്ലാം വലിയ രീതിയിലുള്ള അധികാര വടംവലിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചില ക്രമക്കേട് ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. അതിൻ്റെ പരിസരത്തിലാണ് ഇപ്പോൾ മലബാറിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തികമായി ശേഷിയുള്ള ബാങ്കുകളിൽ, സഹകരണ ബാങ്കുകളിൽ ഒന്നായ കാരശ്ശേരി ബാങ്കിൽ ഇത്തരത്തിലുള്ള നാടകീയ സംഭവങ്ങൾ കൂടി ഉണ്ടായത്. ഏതായാലും ഇപ്പോഴും പ്രതിസന്ധി തുടരുകയാണ്. കൂടുതൽ നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് വരും മണിക്കൂറുകളിലും പ്രതീക്ഷിക്കുന്നത്. TK. ശരി, അമൽ സുരേന്ദ്രൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി ഡൽഹിയിലേക്ക് പോയ ബൽറാം നെടുങ്ങാടി കൂടി തയ്യാറാണ്. ബൽറാമിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. അതിനു മുമ്പ് മറ്റൊരു റിപ്പോർട്ട് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ദ്വൈമാസ ധനനയ സമിതി യോഗത്തിന് ശേഷം റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് വാർത്താ സമ്മേളനം നടത്തും. റിപ്പോ നിരക്ക് 25% കുറവ് വരുത്തുമെന്നാണ് വിദഗ്ധരുടെ അനുമാനം. 25% കുറച്ചാൽ റിപ്പോ നിരക്ക് 5.25% കുറയും. ഉപഭോക്തൃ വിലക്കയറ്റം 2% താഴെ നിൽക്കുന്നതും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്നതും പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് അനുകൂലമാണ്. റിപ്പോ നിരക്ക് കുറച്ചാൽ ഭവന വാഹന വായ്പകളിൽ പലിശ ഭാരം കുറയും. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ JB പർദിവാല, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. കഴിഞ്ഞ ദിവസം ചാൻസലറായ ഗവർണർ പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. മെറിറ്റ് മറികടന്നാണ് മുഖ്യമന്ത്രി മുൻഗണനാക്രമം നിശ്ചയിച്ചതെന്നും ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ പ്രിയ ചന്ദ്രനെയും ഇരു സർവകലാശാലകളിലെയും VC-മാരായി നിയമിക്കാൻ അനുമതി നൽകണമെന്നും ഗവർണറുടെ സത്യവാങ്മൂലത്തിലുണ്ട്. ജസ്റ്റിസ് സുധാൻഷു ധൂലിയ ചെയർമാനായ കമ്മിറ്റി പേരുകൾ ശുപാർശ ചെയ്തിട്ടും തീരുമാനമെടുക്കാൻ ഗവർണർ വൈകുന്നതിൽ നേരത്തെ സുപ്രീം കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. നോക്കാമിനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശബരിമലയിൽ തീർത്ഥാടന തിരക്ക്. ഇന്നലെ 84,872 പേർ മല ചവിട്ടി. ഇന്ന് പുലർച്ചെ മുതൽ ദർശനത്തിനായി ഭക്തരുടെ നീണ്ട നിരയാണ്. ഇതുവരെ സന്നിധാനത്തെത്തിയ ആകെ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കടന്നു. MG പ്രതീഷ് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, എന്താണ് ഈ തീർത്ഥാടകരുടെ എണ്ണവും കണക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ? രാവിലത്തെ കാഴ്ചകൾ എങ്ങനെ, MG പ്രതീഷ്?
റിജിത്ത്, ശബരിമല സന്നിധാനത്തേക്ക് അണമുറിയാത്ത തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. ഈ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. പുലർച്ചെ 3 മണിക്കാണ് നട തുറന്നത്. നട തുറന്ന ആദ്യ 2 മണിക്കൂറിൽ 16,000-ന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക്. ഇന്നലെ 84,872 ഭക്തരാണ് ദർശനത്തിന് എത്തിയത്. ഇക്കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങൾ ഒഴിച്ചാൽ തുടർച്ചയായി 80,000-ന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ തീർത്ഥാടകർ എത്തുമ്പോഴും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളോ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമോ നിലവിൽ സന്നിധാനത്തില്ല. വളരെ സംതൃപ്തിയോട് കൂടി തന്നെ സുഖദർശനം നടത്തിയാണ് തീർത്ഥാടകർ മടങ്ങുന്നത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സന്നിധാനത്ത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം ഈ സന്നിധാനത്ത് കേരളീയ സദ്യ വിളമ്പുന്നതിൽ നിർണായകമായൊരു യോഗം തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് യോഗം രാവിലെ ചേരുന്നുണ്ട്. ഈ യോഗശേഷമായിരിക്കും സന്നിധാനത്ത് എന്ന് മുതൽ കേരളീയ സദ്യ വിളമ്പാം എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത്. നേരത്തെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ ഡിസംബർ 2-ാം തീയതി കേരളീയ സദ്യ നടപ്പാക്കാനുള്ള തീരുമാനം മാറ്റിവെച്ചിട്ടുള്ളത്. ദേവസ്വം കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറും. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുന്നത്. എന്തായാലും നിലവിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. തീർത്ഥാടകരുടെ തിരക്ക് മാറ്റമില്ലാതെ സന്നിധാനത്ത് തുടരുകയാണ്. ശരി, ശബരിമല സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. കേരളീയ സദ്യ എന്ന് മുതൽ വിളമ്പണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ബോർഡ് യോഗത്തിൽ തീരുമാനമുണ്ടാകും. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിൽ ശബരിമല സന്നിധാനത്ത് കാർത്തിക ദീപം തെളിയിച്ചു. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനര് തിടപ്പള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കിയ കളത്തിൽ കാർത്തിക ദീപം കൊളുത്തി. സന്നിധാനത്തെ എല്ലാ ദേവീദേവന്മാരുടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലും ദീപങ്ങൾ തെളിയിച്ചു. വിവിധ വകുപ്പുകളുടെ ഓഫീസിന് മുന്നിലും കാർത്തിക ദീപങ്ങൾ തെളിഞ്ഞു. 24 ക്യാമറമാൻ സിറിൽ പകർത്തിയ ദൃശ്യങ്ങളിലേക്കാണ് ഇനി. ദുർബല ന്യൂനമർദ്ദമായി മാറിയ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്താൽ തമിഴ്നാട്ടിൽ മഴ തുടരുന്നു. ഇന്ന് ചെന്നൈ ഉൾപ്പെടെ 13 ജില്ലകളിലും പുതുച്ചേരിയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ഡിറ്റ്വ നാശം വിതച്ച ശ്രീലങ്കയിൽ മരണസംഖ്യ 486 345 പേരെ കാണാനില്ല എന്നാണ് റിപ്പോർട്ട്. 3 ലക്ഷത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. 1289 വീടുകൾ പൂർണ്ണമായി തകർന്നു. 44,556 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പഞ്ചായത്തിലോട്ട് കോ-സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 4 ദിവസം മാത്രം. ഈ മാസം 9-ന് വോട്ടെടുപ്പ് നടക്കുന്ന തെക്കൻ കേരളത്തിലെ 7 ജില്ലകളിലെ പരസ്യപ്രചാരണം മറ്റന്നാൾ സമാപിക്കും. 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന വടക്കൻ ജില്ലകളിൽ ഈ മാസം 11-നാണ് പോളിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ഇറങ്ങിയതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഉച്ചസ്ഥായിയിലെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന പരാതി രംഗം കൈയടക്കിയ പ്രചാരണത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും ശക്തമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ വോട്ട് തേടിയെന്ന പരാതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥി R ശ്രീലേഖയ്ക്കെതിരെ തുടർ നടപടിക്ക് നിർദ്ദേശം. തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. പോസ്റ്ററുകൾക്ക് പുറമെ IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ വീടുകളിൽ നോട്ടീസുകൾ വിതരണം ചെയ്തുവെന്ന് കാണിച്ച് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി രശ്മി TS നൽകിയ പുതിയ പരാതിയിലാണ് നടപടി. തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥി R ശ്രീലേഖയ്ക്കെതിരെ വീണ്ടും IPS ഉദ്യോഗസ്ഥ എന്ന പദവി ദുരുപയോഗം ചെയ്തെന്ന് പരാതി. IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ നോട്ടീസുകൾ വീടുകളിൽ വിതരണം ചെയ്തു എന്നാണ് പുതിയ പരാതി. വാർഡിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി രശ്മി TS ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. വീണ്ടും എല്ലാ വീടുകളിലും ലീഫ്ലെറ്റ്സ് കൊടുത്തിരുന്നതിൽ IPS അതുപോലെ അതായത് അവരുടെ അഭ്യർത്ഥന കൊടുത്തിരുന്നത് BJP-ക്കാർ IPS വെച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്നും വിഡ്രോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കൃത്യമായ മോഡ് ഓഫ് കോഡ് ആൻഡ് കണ്ടക്ട് പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമപ്രകാരം അത് തെറ്റാണ്. അപ്പോൾ അത് കാരണം BJP കാൻഡിഡേറ്റായ ശ്രീമതി ശ്രീലേഖ മാഡത്തിനെ അയോഗ്യയാക്കണം എന്നാണ് ഞാൻ പരാതി കൊടുത്തത്. പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും R ശ്രീലേഖ പറഞ്ഞു.
തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ ശ്രീലേഖ IPS എന്ന് ഉപയോഗിച്ചെന്ന പരാതിക്ക് പിന്നാലെ IPS റിട്ടയർഡ് എന്നാക്കി മാറ്റാൻ ജില്ലാ കളക്ടർ നേരത്തെ ഉത്തരവിട്ടിരുന്നു. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിലാണ്. വാശിയേറിയ പ്രചാരണമാണ് അവസാന ലാപ്പിൽ ഇരുകൂട്ടരും നടത്തുന്നത്. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള നേർക്കുനേർ പോര് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. അതേ വീറും വാശിയും തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ അതിരമ്പുഴ ഡിവിഷനാണ് ഈ പോരിന്റെ ഇത്തവണത്തെ ശ്രദ്ധാകേന്ദ്രം. UDF വേണ്ടി ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് തന്നെയാണ് മത്സരിക്കാനിറങ്ങുന്നത്. എന്ത് വില കൊടുത്തും ഡിവിഷൻ നിലനിർത്താൻ തന്നെയാണ് കേരള കോൺഗ്രസിന്റെ നീക്കം. വളരെ സ്നേഹപൂർണമായ ഒരു സ്വീകരണവും സ്വീകാര്യതയുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. സ്ഥാനാർത്ഥികൾക്കും ഒക്കെ ലഭിക്കുന്നു. ഒരു കടുപ്പം എന്നുള്ളത് തോന്നുന്നില്ല. ആത്മവിശ്വാസം തുടക്കത്തേക്കാൾ വളരെയധികം ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ജോസഫിന്റെ ജില്ലാ പ്രസിഡന്റിനെ തോൽപ്പിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ജോസ് കെ മാണി കണ്ടെത്തിയത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് രണ്ടാമതെത്തിയ ജിം അലക്സാണ് LDF സ്ഥാനാർത്ഥി. നിർണായക നീക്കത്തിലൂടെയാണ് ജിമ്മിനെ പാർട്ടിയിലെത്തിച്ച് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാക്കിയത്. ത്രിതല പഞ്ചായത്തിൽ എപ്പോഴും വ്യക്തികളോട് കൂടി നോക്കിയിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഇപ്പോൾ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും വിലയിരുത്തിക്കോട്ടെ, എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതിനുവേണ്ടി ജനം നമ്മളെ കൈവിടത്തില്ലെന്നുള്ള 100% വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ അതിരമ്പുഴ ഡിവിഷൻ UDF-നൊപ്പമായിരുന്നു. എന്നാൽ മുന്നണി മാറിയെത്തിയ ജോസ് കെ മാണി വിഭാഗത്തിന്റെ കരുത്തിൽ LDF ജില്ലാ പഞ്ചായത്ത് പിടിച്ചു. അതുകൊണ്ട് തന്നെ അതിരമ്പുഴ വിജയിച്ച് ജില്ലാ പഞ്ചായത്ത് ഭരണം നേടാനാണ് ഇരുകൂട്ടരും ലക്ഷ്യമിടുന്നത്. അതിരമ്പുഴയടക്കം 5 ഇടങ്ങളിലാണ് കേരള കോൺഗ്രസുകൾ നേർക്കുനേർ കൊമ്പ് കോർക്കുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കരുത്ത് തെളിയിക്കേണ്ടത് ഇരു പാർട്ടികൾക്കും അത്യാവശ്യവുമാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചെലവെങ്ങനെ കുറയ്ക്കാം എന്ന് കാണിച്ചു തരികയാണ് ഒരു സ്ഥാനാർത്ഥി. പാലായിലെ 19-ാം വാർഡിൽ മത്സരിക്കുന്ന ജോയ് കളരിക്കലാണ് ചെലവ് കുറഞ്ഞ രീതിയിൽ പ്രചാരണം നടത്തുന്നത്. ഒരു സ്കൂട്ടർ മാത്രമാണ് ഈ സ്ഥാനാർത്ഥിക്ക് പ്രചാരണത്തിനായി ഉള്ളത്. നമ്മുടെ സാരഥി ജോയ് കളരിക്കൽ, നമ്മുടെ ചിഹ്നം ചൂൽ, കഴിവും ഇച്ഛാശക്തിയും കാര്യപ്രാപ്തിയുമുള്ള സാരഥി, നാം അറിയുന്ന നമ്മെ അറിയുന്ന പ്രിയങ്കരനായ സാരഥി. ഏതൊരാവശ്യത്തിനും പോസ്റ്ററുകളില്ല, ഫ്ലെക്സുമില്ല. ആകെയുള്ളത് ഈ ഒരു സ്കൂട്ടർ മാത്രം. ആം ആദ്മി പാർട്ടിയുടെ 19-ാം വാർഡിലെ സ്ഥാനാർത്ഥി ജോയ് കളരിക്കലാണ് പ്രചരണ ചെലവ് കുറച്ച് വ്യത്യസ്തനാകുന്നത്. സ്കൂട്ടറിന്റെ മുന്നിലും പിന്നിലും സ്ഥാനാർത്ഥിയാണെന്നും വോട്ട് ചെയ്യണമെന്നുമുള്ള ബാനറുകളുണ്ട്. കൂടാതെ അനൗൺസ്മെന്റിന് ചെറിയൊരു മൈക്ക് സിസ്റ്റവും. മാത്രമല്ല ചിഹ്നമായ ചൂലും സ്കൂട്ടറിൽ വെച്ചിട്ടുണ്ട്. സ്കൂട്ടറിൽ പറഞ്ഞാൽ ബോർഡുണ്ട്. സ്കൂട്ടറിന് 4 വശം തന്നെ ബോർഡുണ്ട്. മുൻവശത്തും പുറകുവശത്തും എല്ലാം ബോർഡുണ്ട്, മൈക്കുണ്ട്, പിന്നെ നോട്ടീസ് വെക്കാനും ബോക്സ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ബോസ് നോട്ടീസ് എടുത്ത് വോട്ടർമാരെ കാണുന്നു, കൊടുക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, വോട്ട് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് അതിൻ്റെ ശൈലി. 30 വർഷമായി പാലായിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ് ജോയ് കളരിക്കൽ. നിരവധി അംഗീകാരങ്ങളും സേവന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ല, പ്രത്യേകിച്ച് ഒരു വാർഡ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. അല്ലാതൊക്കെ വരുന്ന വമ്പൻ രാജ്യ ജനങ്ങളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുക, അത് ചിന്തിക്കാൻ, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അഭ്യർത്ഥന നൽകാനും വോട്ട് ചോദിക്കാനുമെല്ലാം ഈ സ്കൂട്ടറിൽ തന്നെയാണ് ജോയ് പോകുന്നത്. കാടിളക്കിയുള്ള പ്രചരണങ്ങൾ എതിർ സ്ഥാനാർത്ഥികൾ നടത്തുമ്പോൾ ചിലവ് കുറച്ച് ജനങ്ങളിലേക്ക് എത്താനാണ് ജോയിയുടെ ശ്രമം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താം. ലക്ഷങ്ങൾ മുടക്കിയുള്ള പ്രചരണങ്ങൾ എന്തിനെന്ന ചോദ്യം നമ്മൾ നിരന്തരം ചോദിക്കുന്നതാണ്. അത് തന്നെയാണ് ജോയിയും ചോദിക്കുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. വോട്ടുപിടുത്തത്തിനിടെ വീണ് സ്ഥാനാർത്ഥിക്ക് പരിക്കേറ്റു. ഉമ്മന്നൂർ പുലിക്കോട് വാർഡിലെ NDA സ്ഥാനാർത്ഥി ശ്രീജി ബൈജുവാണ് വീണ് തോളല് തകർന്നത്. വീട്ടിലിരുന്ന് വോട്ടർമാരെ വിളിച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ശ്രീജി ബൈജു. ഓരോ വോട്ടറെയും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. പക്ഷേ ഉമ്മന്നൂർ പുലിക്കോട് വാർഡിലെ NDA സ്ഥാനാർത്ഥി
ശ്രീജി ബൈജു ആശുപത്രി കിടക്കയിലിരുന്നാണ് വോട്ട് തേടുന്നത്. വോട്ട് പിടുത്തത്തിനിടെ വീണ് തോളല് തകർന്ന് സ്ഥാനാർത്ഥി ഇപ്പോൾ കിടപ്പിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വൈകിട്ട് ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് മരങ്ങാട്ടൂണം വയങ്കോട്ടൂർ റോഡ് വഴി കുത്തനെയുള്ള ഒരിറക്കമായിരുന്നു. ഇങ്ങനെ ഇറങ്ങി വന്ന വഴിക്ക് കാല് ഒരു കുഴിയുണ്ടായിരുന്നു, കാല് വഴുതി അതിനേക്ക് വീഴുമായിരുന്നു. കമന്നടിച്ച് വന്ന് കൈ മടങ്ങി തോളല് പൊട്ടുമായിരുന്നു. പെട്ടെന്ന് അവിടുന്ന് എല്ലാവരും കൂടെ ഓടി വന്ന് എല്ലാവരും പ്രവർത്തകരും എല്ലാവരും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നു. അപ്പോൾ മുഖമൊക്കെ വന്ന് അടിച്ച് പൊട്ടിയായിരുന്നു. പിന്നെ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞ് സർജറി ചെയ്തേ പറ്റത്തുള്ളൂ, വലിയ സർജറി വേണം എന്ന് പറഞ്ഞിരുന്നു. റോഡിലെ കുഴിയിൽ കാൽമടങ്ങി വീഴുകയായിരുന്നു. മുഖത്തും കൈകളിലും പരിക്കുപറ്റി ഇടത്തെ തോളെല്ലും പൊട്ടി. കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി കമ്പിയിടേണ്ടി വന്നു. ഇതോടെ ഇറങ്ങി നടന്ന് വോട്ട് തേടാൻ ശ്രീജിക്ക് കഴിയുന്നില്ല. നമുക്ക് വിജയസാധ്യതയുള്ള ഒരു വാർഡായതുകൊണ്ട് എല്ലാവരുടെയും എനിക്ക് രണ്ട് റൗണ്ടൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഒന്നുകൂടെ ഒന്ന് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് ഇറങ്ങിയതാണ്. കണ്ടു പോവാം, തൊഴിലുറപ്പിലെ അമ്മമാരും ചേച്ചിയാരെയൊക്കെ ഒന്ന് കണ്ട് അറിയിച്ചിട്ട് പോവാന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. 9-ാം തീയതിയാണ് വോട്ടെടുപ്പ്. അപ്പം അതിൻ്റെ തലേ ദിവസം ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ ഇങ്ങനെയൊക്കെ പറ്റുന്നിടത്തൊക്കെ ഇങ്ങനെയൊക്കെ ഇറങ്ങാമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. തന്റെ അവസ്ഥ വിശദീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രീജി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. BJP വാളകം ഏരിയ പ്രസിഡന്റ് കൂടിയ ശ്രീജി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് വാളകം ഡിവിഷനിൽ മത്സരിച്ച് മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു. 24 കൊല്ലം. ഇനി രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണ് എന്നത് പങ്കുവയ്ക്കാൻ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ വ്ളാദിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. രാഷ്ട്രപതിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. പ്രധാനമന്ത്രിയുമായി നിർണായക കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങളൊപ്പം തന്നെ VC നിയമനത്തിലെ തർക്കവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. പാർലമെന്റ് തുടരുന്നുണ്ട്. അങ്ങനെ വാർത്താ സമ്പന്നമാണ് ഡൽഹി. വിവരങ്ങൾ ബൽറാം നെടുങ്ങാടി. റിജിത്ത, തീർച്ചയായും ഡൽഹിയിൽ നിന്നും ഒട്ടനവധി വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. അദ്ദേഹം ഇന്നലെ വൈകിട്ട് ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ കീഴ്വഴക്കങ്ങളും മറികടന്നുകൊണ്ട് വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു. ഇന്ന് ഔപചാരികമായ ചടങ്ങുകളാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടക്കുക. രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഔപചാരികമായ സ്വീകരണം വ്ളാഡിമിർ പുടിന് നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ അദ്ദേഹത്തിന് നൽകും. ഇന്ന് മറ്റ് ചടങ്ങുകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്ന് നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് സുപ്രീം കോടതിയിൽ ഗവർണർ സർക്കാർ പോരിൻ്റെ മറ്റൊരു മുഖം കൂടി ഇന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ പുതിയ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും. കോടതിയുടെ തീരുമാനം അത് ഏറെ നിർണായകമാണ്. പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ന് സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കാനാണ് സാധ്യത. നിലവിൽ പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്നുള്ളത് സഭാ നടപടികളെ തൽക്കാലത്തേക്ക് തടസ്സപ്പെടുത്തേണ്ട എന്നുള്ളതാണ്. പ്രധാന ആവശ്യമായ SIR-ൽ ചർച്ച സർക്കാർ അംഗീകരിക്കുകയും ചൊവ്വാഴ്ച ചർച്ച നടക്കാനിരിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് സഭയ്ക്ക് പുറത്ത് സഭ ആരംഭിക്കുന്നതിന് മുമ്പ് സഭാ കവാടത്തിൽ പ്രതിഷേധമായി പ്രകടിപ്പിച്ച് പിന്നീട് സഭാ നടപടികളുമായി സഹകരിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ധനമന്ത്രി അവതരിപ്പിച്ച ബില്ലിൽ ഉള്ള ചർച്ചകൾ ഇന്നും തുടരും. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം രാജ്യസഭയിൽ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലാണ്. ഇതിൽ പ്രധാനമായി മാധ്യമ മേഖലയിലെ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിയുള്ള ബില്ലായിരിക്കും ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത്. റിജിത്ത്, ബൽറാം, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി. യാത്രക്കാരെ വലയ്ക്കുകയാണ് ഇൻഡിഗോ വിമാന കമ്പനി. ഇന്നലെ മാത്രം 580 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. വിഷയം കമ്പനി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിനും കടുത്ത അതൃപ്തിയുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ബൽറാം?
റിജിത്ത്, വലിയ പ്രതിസന്ധി തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി രാജ്യത്തെ വ്യോമയാന മേഖലയിൽ നേരിടുന്നത്. ഇന്ത്യയിലെ വിമാന സർവീസുകളുടെ 60% കൈകാര്യം ചെയ്യുന്ന ഇൻഡിഗോ കമ്പനിയിലുണ്ടായ പ്രതിസന്ധിയാണ് യാത്രക്കാരെ വലിയ തോതിൽ വലച്ചിരിക്കുന്നത്. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ മണിക്കൂറുകളായി യാത്രക്കാർ അടുത്ത ഫ്ലൈറ്റ് എപ്പോൾ, സർവീസ് എപ്പോൾ എന്ന് പോലും അറിയാതെ കാത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു ഈ ഇൻഡിഗോ കമ്പനിയുടെ ഉന്നതരുമായി കൂടിക്കാഴ്ച നടത്തുകയും സർക്കാരിന്റെ കടുത്ത അതൃപ്തി ഈ വിഷയത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും നേരിയ സാങ്കേതിക പിഴവിനോടൊപ്പം തന്നെ ജീവനക്കാരുടെ ഡ്യൂട്ടി ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ് ഈ വലിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് എന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണം. യാത്രക്കാരോട് ക്ഷമാപണം നടത്തിയിരിക്കുന്നു. അതേസമയം ഈ പ്രതിസന്ധി നീണ്ടുപോകുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ഈ നിലവിലെ സാഹചര്യത്തിൽ DGCA-യുമായി നടത്തിയ ആശയവിനിമയത്തിൽ ഫെബ്രുവരി 10 വരെ പൈലറ്റുമാർക്കുള്ള പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധി മാനദണ്ഡങ്ങളിൽ ഇൻഡിഗോ ഇളവ് തേടിയിട്ടുണ്ട്. അതിനുള്ള അനുമതി ഇതുവരെയും DGCA നൽകിയിട്ടില്ല. കാരണം അത് യാത്രക്കാരുടെ സുരക്ഷ ഉൾപ്പെടെ മുൻനിർത്തിയെടുത്ത മാനദണ്ഡമാണ്. എന്തായാലും ഈ കാര്യം ഔദ്യോഗികമായി തന്നെ ഒരു നിർദ്ദേശമായി അല്ലെങ്കിൽ ഒരു അപേക്ഷയായി സമർപ്പിക്കാമെന്നും പരിശോധിച്ച ശേഷം തീരുമാനം അറിയിക്കാമെന്നുമാണ് DGCA വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഈ ഡിസംബർ 8 മുതൽ ഈ സർവീസുകൾ വെട്ടിച്ചുരുക്കാനുള്ള ഒരു തീരുമാനമാണ് ഇൻഡിഗോ എടുത്തിരിക്കുന്നത്. അതിലൂടെ പ്രതിസന്ധി പരിഹരിച്ച് ഫെബ്രുവരി 10 സാധാരണ നിലയിലേക്ക് എത്തുമെന്നാണ് കമ്പനി നിലവിൽ കണക്ക് കൂട്ടുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ അധ്യാപകർ ഇന്ന് പണിമുടക്കും. സംസ്ഥാന വ്യാപകമായി സ്കൂളുകളുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കും. കുട്ടികളുടെ എണ്ണമനുസരിച്ച് അധ്യാപക നിയമനം തടയാനും സ്കൂളുകൾ പൂട്ടാനുമുള്ള ഉത്തരവ് പിൻവലിക്കുക, 2013 മുമ്പ് ജോലിയിൽ പ്രവേശിച്ചവർക്കും ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാക്കിയത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഈ റിപ്പോർട്ടോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.